കുന്നംകുളത്തെ പോലീസ് മൂന്നാം മുറയിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടിക്ക് നീക്കം. നടപടി ഇന്ന് പ്രഖ്യാപിച്ചേക്കും. കാണികൾക്ക് തിരുവോണ വിരുന്നേകി തൃപ്രയാർ ജലോത്സവം. 21 ഇരുട്ടുകുത്തി ചുരുളൻ വള്ളങ്ങൾ ജലോത്സവത്തിൽ പങ്കെടുത്തു. മണ്ണുത്തി കാർഷിക സർവകലാശാലയിലെ സെമസ്റ്റർ ഫീസ് കുത്തനെ ഉയർത്തി. PhD, PG, ഡിഗ്രി വിദ്യാർത്ഥികളുടെ ഫീസുകൾ വൻതോതിൽ വർദ്ധിപ്പിച്ചു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പ് ആരംഭിക്കുന്നു. വിശദമായ വാർത്തകൾ നോക്കാം. കുന്നംകുളത്തെ പോലീസ് മൂന്നാം മുറയിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടിക്ക് നീക്കം. ഇന്ന് നടപടി പ്രഖ്യാപിച്ചേക്കും. അന്വേഷണ റിപ്പോർട്ടിൽ പറഞ്ഞതിനേക്കാൾ ഭീകരമാണ് മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളെന്നാണ് ഉന്നതതല വിലയിരുത്തൽ. ക്രൂരമർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തുവന്ന പശ്ചാത്തലത്തിൽ പോലീസ് സേനയുടെ മുഖം രക്ഷിക്കുന്ന നടപടി ഉണ്ടാകണമെന്നാണ് പൊതുവികാരം. വിഷയത്തിൽ അടിയന്തര പരിഹാരം വേണമെന്ന് സർക്കാരും ആവശ്യപ്പെട്ടു. ദ്രുതഗതിയിൽ അച്ചടക്ക നടപടി പ്രഖ്യാപിച്ചു മുഖം രക്ഷിക്കാനാണ് സർക്കാരും നീക്കം നടത്തുന്നത്. വിഷയത്തിൽ നിയമസാധ്യത കൂടി പരിശോധിച്ചാണ് നടപടിക്കൊരുങ്ങുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചതിലും ഒത്തുകളിയുണ്ടെന്ന് ഇന്നലെ ആരോപണമുയർന്നിരുന്നു. കോടതി പ്രതി ചേർത്ത CPO ശശിധരനെതിരെ പോലീസ് അച്ചടക്ക നടപടി സ്വീകരിക്കാത്തതാണ് വിമർശനങ്ങൾക്ക് വഴിവെച്ചത്. സുജിത്ത് VSനെ ശശിധരൻ മർദ്ദിക്കുന്നത് ദൃശ്യങ്ങളിലില്ലെന്ന പേരിലായിരുന്നു നടപടി ഒഴിവാക്കിയത്. പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നതിന് മുൻപ് ഒറീന ജംഗ്ഷനിൽ ജീപ്പ് നിർത്തി CPO ശശിധരൻ മർദ്ദിച്ചു എന്നായിരുന്നു സുജിത്ത് VSന്റെ ആരോപണം. ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ നടത്തിയ അന്വേഷണത്തിൽ പുറത്തുവെച്ച് ദേഹോപദ്രവം ഏൽപ്പിച്ചു എന്നത് സംഭവിക്കാൻ സാധ്യതയുള്ളതാണെന്ന് കണ്ടെത്തിയിരുന്നു. ശശിധരനെ നടപടികളിൽ നിന്ന് ഒഴിവാക്കിയതിന് പിന്നിൽ രാഷ്ട്രീയ ഇടപെടലുണ്ടെന്നുൾപ്പെടെ സുജിത്ത് ആരോപിച്ചിരുന്നു. മീഡിയ ടൈം, തൃശൂർ. കാണികൾക്ക് തിരുവോണ വിരുന്നേകി തൃപ്രയാർ ജലോത്സവം. വള്ളംകളി കാണാൻ നിരവധി പേരാണ് കനോലി കനാലിന്റെ ഇരു കരകളിലുമായി തടിച്ചുകൂടിയത്. 21 ഇരുട്ടുകുത്തി ചുരുളൻ വള്ളങ്ങളാണ് ജലോത്സവത്തിൽ പങ്കെടുത്തത്. കനോലി കനാലിൽ നടന്ന തൃപ്രയാർ ജലോത്സവം കാണികൾക്കുള്ള തിരുവോണ വിരുന്നായി. ജലോത്സവം കാണാൻ നിരവധി പേരാണ് കനോലി കനാലിന്റെ ഇരു കരകളിലുമായി എത്തിയത്. ജലോത്സവം റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സമൂഹത്തിന്റെ തൊഴിലാളികൾ ഉൾപ്പെടെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരുടെ കായിക ശേഷിയെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുന്ന വിധത്തിൽ കേരളത്തിന്റെ തന്നെ ഏറ്റവും ആകർഷകമായിട്ടുള്ള ഓണക്കാലത്തെ വിശേഷങ്ങളിലൊന്നാണ് ജലഘോഷയാത്ര. സ്വാഭാവികമായിട്ടും ഇവിടെ ഭദ്രൻ ഇനിയുള്ള സമയത്ത് നിങ്ങളോട് പറയാൻ പോകുന്നത് പോലെ തൃശ്ശൂർ ഇത്തവണ അതിമനോഹരമായിട്ടുള്ള 4-5 വള്ളംകളികൾക്ക് നേർസാക്ഷ്യം വഹിക്കുകയാണ്. ഓണാഘോഷങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇനമായിട്ടുള്ള ജലഘോഷയാത്രയും വളരെ മനോഹരമായിട്ടുള്ള വള്ളംകളിയും ഈ കാലത്തെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ആഘോഷങ്ങളിലൊന്നാണ്. തൃശ്ശൂരിന്റെ ഒരു ടൂറിസം കലണ്ടർ വളരെ വേഗത്തിലുള്ള പ്രസിദ്ധീകരണം നടത്തി ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ജില്ലാ ഭരണകൂടം. ജലോത്സവത്തിന് മുന്നോടിയായുള്ള ജലഘോഷയാത്ര CC മുകുന്ദൻ MLA ഫ്ലാഗ് ഓഫ് ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ PM അഹമ്മദ് അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, അന്തിക്കാട് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ KK ശശിധരൻ, KC പ്രസാദ്, നാട്ടിക താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ MR ദിനേശൻ, ശുഭ സുരേഷ്, ഡോക്ടർ KK വിഷ്ണു ഭാരതീയ സ്വാമികൾ, സംഘാടക സമിതി ജനറൽ കൺവീനർ പ്രേമചന്ദ്രൻ വടക്കേടത്ത്, ബെന്നി തട്ടിൽ എന്നിവർ സംസാരിച്ചു. A, B എന്നീ 2 ഗ്രേഡുകളിലായി നടന്ന ജലോത്സവത്തിൽ 21 ഇരുട്ടുകുത്തി ചുരുളൻ വള്ളങ്ങളാണ് പങ്കെടുത്തത്. A ഗ്രേഡ് വിഭാഗത്തിൽ TBC കൊച്ചിൻ ക്ലബ്ബ് ഗരുഡൻ 1ാം സ്ഥാനവും വടക്കൻ ബ്രദേഴ്സ് ക്ലബിന്റെ പൊഞ്ഞനത്തമ്മ 2ാം സ്ഥാനവും നേടി. B ഗ്രേഡ് വിഭാഗത്തിൽ തൊയക്കാവ് ദേശം ബോട്ട് ക്ലബിന്റെ സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2 1ാം സ്ഥാനവും JBC ജലസംഘം ബോട്ട് ക്ലബിന്റെ ഗോതുരുത്ത് 2ാം സ്ഥാനവും നേടി. വിജയികൾക്ക് ET ടൈസൺ MLA ട്രോഫി വിതരണം ചെയ്തു. ഏറ്റവും നല്ല ചെമ്മീൻ കർഷകനായി സർക്കാരിന്റെ അവാർഡ് നേടിയ ഷൈൻ T ഭാസ്കരനെ മന്ത്രി ആദരിച്ചു. ചെറിയ പണ്ഡിതൻ ആരാണ് വിജയിക്കുക, ആരാണ് പരാജയപ്പെടുക? ശ്രീമുരുകനാണോ ചെറിയ പണ്ഡിതനാണോ? മീഡിയ ടൈം, കയ്പമംഗലം. തൃശൂർ മണ്ണുത്തി കാർഷിക സർവകലാശാലയിലെ സെമസ്റ്റർ ഫീസ് കുത്തനെ ഉയർത്തി. PhD, PG, ഡിഗ്രി വിദ്യാർത്ഥികളുടെ ഫീസുകൾ വൻതോതിൽ വർദ്ധിപ്പിച്ചു. കാർഷിക സർവകലാശാലയിലെ ധനപ്രതിസന്ധി മറികടക്കാനാണ് ഫീസ് വർധനയെന്നാണ് സർവകലാശാലയുടെ വിശദീകരണം.
PhD വിദ്യാർത്ഥികളുടെ സെമസ്റ്റർ ഫീസ് 18,780 എന്നത് 49,990 ഉയർത്തിയിരിക്കുന്നത്. PG വിദ്യാർത്ഥികളുടേത് 17,845 എന്നത് 49,500 ഉയർത്തി. ഡിഗ്രി വിദ്യാർത്ഥികളുടെ ഫീസ് നിലവിൽ 12,000 ഇത് 48,000 രൂപ ആയാണ് ഉയർത്താൻ പോകുന്നത്. വിദ്യാർത്ഥി സമരത്തെ തുടർന്ന് സർവകലാശാല എക്സിക്യൂട്ടീവുമായി ചർച്ച ചെയ്ത് മാത്രമേ ഫീസ് വർദ്ധിപ്പിക്കുകയുള്ളൂ എന്ന് സർവകലാശാല അധികൃതർ വ്യക്തമാക്കിയിരുന്നതാണ്. ഈ ഉറപ്പ് പാലിക്കാതെയാണ് ഓണ അവധിക്ക് തൊട്ടുമുൻപ് ഫീസ് കുത്തനെ ഉയർത്തിയത്. ഇരട്ടിയിലേറെ ഫീസ് ഒറ്റയടിക്ക് വർദ്ധിപ്പിക്കുന്നത് താങ്ങാൻ പറ്റില്ലെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. 3-ാം തീയതിയാണ് ഫീസ് വർധന സംബന്ധിച്ച ഉത്തരവിറക്കിയത്. ന്യൂസ് ഡെസ്ക്, തൃശൂർ. കേരള പുലയർ മഹാസഭ പിണ്ടാണി കരിങ്ങാച്ചുറ ശാഖ അയ്യങ്കാളി ജയന്തി ആഘോഷം പിണ്ടാണി ജംഗ്ഷനിൽ നടന്നു. പ്രസിഡന്റ് CV ബൈജു അധ്യക്ഷനായിരുന്നു. തൃശൂർ ജില്ലാ ഖജാൻജി PC ബാബു ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി UD സജീവൻ, TU കിരൺ, UV വിശ്വനാഥൻ, MP സുബ്രഹ്മണ്യൻ എന്നിവർ പ്രസംഗിച്ചു. ഓണത്തിന് എല്ലാ വിഭാഗം ആളുകൾക്കും അലവൻസ് നൽകിയപ്പോൾ KSRTCയിലെ പെൻഷൻ വിഭാഗങ്ങളെ സർക്കാർ അവഗണിച്ചതായി പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ കുറ്റപ്പെടുത്തി. പ്രതിഷേധത്തിന്റെ ഭാഗമായി തിരുവോണ നാളിൽ മാള KSRTCയിലെ പെൻഷനേഴ്സ് വിഭാഗം പ്രതിഷേധ സമരം നടത്തി. പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് TH വിശ്വംഭരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഓണം ആശംസിച്ചുകൊണ്ടുള്ള ഓണത്തിനു ബത്തയും ആഘോഷിക്കാനുള്ള പണവും കൊടുത്തുകൊണ്ട് സർക്കാർ ഉത്തരവുകൾ പുറപ്പെടുവിച്ചപ്പോൾ KSRTCയിലെ പെൻഷൻ 43,000-ലധികം വരുന്ന പെൻഷൻകാരെ മാത്രം ഒഴിവാക്കിക്കൊണ്ടുള്ളൊരു തീരുമാനത്തിനെ എതിർത്തുകൊണ്ടാണ് ഈ തിരുവോണ നാളിൽ പെൻഷൻകാര് ഈ പട്ടിണി സമരം നടത്തേണ്ട സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നത്. TV തിലകൻ അധ്യക്ഷത വഹിച്ചു. പ്രതിഷേധ സംഗമത്തിൽ PC രവി, EK തിലകൻ, ബേബി രാജൻ, S ബാലൻ എന്നിവർ സംസാരിച്ചു. പൊയ്യാപ്പാറയിൽ ഫാമിലി ട്രസ്റ്റിന്റെ വാർഷിക പൊതുയോഗവും ഓണാഘോഷ പരിപാടികളും നടന്നു. പുതിയ സെന്റ് അപ്രേംപള്ളി വികാരി ഫാദർ സെബി കൂട്ടാല പറമ്പിൽ ഉദ്ഘാടനം നിർവഹിച്ചു. പത്രോസിനെ നീ പാറയാകുന്നു. പത്രോസ് എന്നതിൻ്റെ അർത്ഥം പിന്നെ വേറെ പേര് കേപ്പ, ഒരിക്കലും നശിച്ചു പോകാത്ത ഒരു സാധനമാണ് പാറ, ദൃഢമായത്. പക്ഷെ ഈ പാറയെ നമ്മൾ കനം കുറയ്ക്കാനായിട്ട് 2 കാര്യങ്ങൾ ഉപയോഗിക്കാറുണ്ട്. എന്താണെന്നറിയോ? ഈ കിണർ കുത്താൻ പോകാറുണ്ട്. കിണർ കുത്താൻ കിണർ കുത്തുമ്പോൾ മട്ടി എന്ന് പറയുന്നത് ആ പാറ കിട്ടും, മട്ടിപ്പാറ. ഞങ്ങളവിടെയൊക്കെ മട്ടി എന്ന് പറയും, ഇവിടെ എന്ത് പോലെ അറിയില്ല, അങ്ങനെ പറയാം. കിണറത്ത് മട്ടി കിട്ടും. അല്ലെങ്കിൽ പാറ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കുറച്ച് പാറമടകളൊക്കെ ഉണ്ട്. ഈ പാറയൊക്കെ പൊട്ടിക്കണമെങ്കിൽ നമ്മൾ വെടിമരുന്ന് കുത്തും, ഒന്നില്ലേ, കുത്തി നിറയ്ക്കും വെടിമരുന്ന്. അപ്പൊ പാറയെ പൊളിക്കാനുള്ളത് ഒന്നാമത്തെ വെടിമരുന്നാണ്. അപ്രേംകുട്ടിപ്പാറയിൽ അധ്യക്ഷത വഹിച്ച പൊതുയോഗത്തിൽ PK ഡേവിസ്, ഫാദർ തോമസ് പാറയിൽ, ഫാദർ പോൾ പാറയിൽ, സിസ്റ്റർ ടെസ്ലിൻ, സിസ്റ്റർ ശാന്തി, ബെന്നി പാറയിൽ, ഫ്ലെമിംഗ് ഡേവിസ്, ബിന്ദു സോജൻ എന്നിവർ സംസാരിച്ചു. അതിരപ്പള്ളിയിൽ ക്രിമിനൽ കേസ് പ്രതി പിടിയിലായി. പെരിങ്ങൽകുത്ത് സ്വദേശി രഘുവിനെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. വധശ്രമ കേസിലെ പിടികിട്ടാപ്പുള്ളിയാണ് ഇയാൾ. കൊലപാതക കേസിൽ ഇയാൾക്കെതിരെ ജാമ്യമില്ലാ വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. മൊബൈൽ ഷോപ്പിൽ തട്ടിപ്പ് നടത്തിയ ഒരാൾ പിടിയിൽ. തൃശൂർ എള്ളുംപറമ്പിൽ വീട്ടിൽ അഹമ്മദാണ് പിടിയിലായത്. മതിലകം സെന്ററിൽ പ്രവർത്തിക്കുന്ന മൊബൈൽ ഷോപ്പിൽ നിന്ന് 17,000 രൂപയുടെ മൊബൈൽ വാങ്ങി പൈസ നൽകി വ്യാജ സ്ക്രീൻഷോട്ട് കാണിച്ചു പോകാൻ ശ്രമിക്കുകയായിരുന്നു. തുടർന്ന് സംശയം തോന്നി കടയുടമ അക്കൗണ്ട് നോക്കിയപ്പോഴാണ് പറ്റിക്കപ്പെട്ടതായി മനസ്സിലായത്. തുടർന്ന് ഇയാൾക്കെതിരെ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ചന്ദ്രാപിന്നി ആർട്ട് ഓഫ് ലിവിംഗിന്റെ ആഭിമുഖ്യത്തിൽ അധ്യാപക ദിനത്തിൽ ആർട്ട് ഓഫ് ലിവിംഗ് കുടുംബാംഗമായ തൃപ്രയാർ വാലത്ത് പ്രൊഫസർ VK സരസ്വതിയെ ആദരിച്ചു. മൂത്തകുന്നം SNM കോളേജ് കായിക വിഭാഗം മേധാവിയായിരുന്ന VK സരസ്വതി കലാകായിക സാംസ്കാരിക മേഖലകളിൽ ഇന്നും നിറസാന്നിധ്യമാണ്. ചന്ദ്രാപിന്നി ഹൈസ്കൂൾ മുൻ അധ്യാപികയും കവയത്രിയുമായ MU ഗിരിജ പ്രൊഫസർ സരസ്വതിയെ പൊന്നാട അണിയിച്ചു.
ചന്ദ്രാപിന്നി ഹൈസ്കൂൾ പ്രധാന അധ്യാപകൻ KS കിരൺ, ശ്രീനാരായണ വായനശാല സെക്രട്ടറി MM പ്രതാപൻ, ചന്ദ്രാപിന്നി ആർട്ട് ഓഫ് ലിവിംഗ് പ്രസിഡന്റ് ജയപ്രകാശ് കുറ്റിയിൽ, SN യുവജന കലാസമിതി കൺവീനർ ആനന്ദബാബു പുറത്തിൽ, PC രവി എന്നിവർ സംസാരിച്ചു. എൻ്റെ ഓർമ്മകളിലേക്ക് 9 കാലഘട്ടങ്ങളാണ് കടന്നു വരുന്നത്. അന്ന് ഞാൻ SNM മൂത്തകുന്നം ട്രെയിനിങ് കോളേജിൽ പഠനത്തിനായിട്ട് ചെന്നപ്പോൾ ഹോസ്റ്റലിൽ എത്തിയപ്പോൾ അവിടുത്തെ വാർഡനായിരുന്നു സരസ്വതി മാഡം. അന്ന് മുതൽക്കുള്ള പരിചയമാണ്. വളരെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചിരുന്ന എല്ലാ കുട്ടികളെയും എല്ലാ കാര്യങ്ങളും വളരെ കാര്യക്ഷമമായിട്ട് അന്വേഷിച്ചുകൊണ്ട് ഹോസ്റ്റലിലായാലും അതുപോലെ തന്നെ കോളേജിലെയും കായിക രംഗത്ത് ഒക്കെയുള്ള എല്ലാ സർവ്വ രംഗങ്ങളിലും എവിടെ നോക്കിയാലും തിരുവോണനാളിൽ കരുതൽ കൂട്ടായ്മയുടെ ഓണാഘോഷവും ഓണസദ്യയും കൊടുങ്ങല്ലൂരിൽ വെച്ച് സംഘടിപ്പിച്ചു. വിക്രംജി തിരുവള്ളൂരിന്റെ അധ്യക്ഷതയിൽ കൊടുങ്ങല്ലൂർ MLA VR സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കരുതൽ കൂട്ടായ്മ ഏറ്റവും സത്യസന്ധമായിട്ട് ഏറ്റവും സാധാരണപ്പെട്ട ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് കരുതൽ കൂട്ടായ്മയുടെ വിജയമായിട്ട് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, വിവിധങ്ങളായിട്ട് ഉള്ള വ്യക്തികളെയൊക്കെ അവർക്ക് അവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇവിടെ ഇത്തരം പ്രവർത്തനങ്ങൾ, ആ ഒരു കാരുണ്യ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കരുതൽ കൂട്ടായ്മയ്ക്ക് ഞാൻ എല്ലാവിധ അഭിനന്ദനങ്ങളും ഈ അവസരത്തിൽ നേരുകയാണ്. കയ്പമംഗലം MLA ടൈസൺ മുഖ്യ അതിഥിയായിരുന്നു. ജോർജ് തൈപ്പറമ്പിൽ, സുധീർ മംഗലത്ത്, ഷാജി വടക്കൻ, ജോസഫ്, സുനിൽ കൃഷ്ണ എന്നിവർ സംസാരിച്ചു. ചേലക്കരയിൽ യുവാവിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. നമ്പ്യാത്തുകുന്ന് സ്വദേശിയായ 42 വയസ്സുള്ള PV പ്രജീഷിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പണി തീരാത്ത ഒരു വീടിന് മുന്നിൽ മരിച്ച നിലയിൽ ഇന്നലെ രാത്രിയിലാണ് ഇയാളുടെ മൃതദേഹം കണ്ടെത്തിയത്. ചേലക്കര പോലീസ് ദുരൂഹത സംബന്ധിച്ച കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റും. മാടവന മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ കിടത്തി ചികിത്സ പുനരാരംഭിക്കുക എന്ന ആവശ്യം ഉന്നയിച്ച വെൽഫെയർ പാർട്ടി എറിയാട് പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗവും ഭൂസമരസമിതി സംസ്ഥാന കൺവീനറുമായ KK ഷാജഹാൻ ഉദ്ഘാടനം നിർവഹിച്ചു. എറിയാട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് TK ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് എറിയാട് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് PB മൊയ്തു, കുടുംബാരോഗ്യ കേന്ദ്രം സംരക്ഷണ സമിതി പ്രതിനിധി സിറാജുദ്ദീൻ താനത്തുപറമ്പിൽ, വെൽഫെയർ പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് EA റഷീദ്, വിമൻസ് ജസ്റ്റിസ് മൂവ്മെന്റ് പ്രതിനിധി ഫസീല ഹനീഫ് എന്നിവർ സംസാരിച്ചു. EA ഷൈൻ അനുസ്മരണം മേത്തല കുന്നംകുളത്ത് സംഘടിപ്പിച്ചു. SFI മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം ഹസൻ മുബാറക് ഉദ്ഘാടനം ചെയ്തു. CPM കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റി അംഗം KS കൈസാബ് അനുസ്മരണ പ്രഭാഷണം നടത്തി. CPI മേത്തല ലോക്കൽ സെക്രട്ടറി KK വിജയൻ, ലോക്കൽ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് CP രമേശൻ എന്നിവർ സംസാരിച്ചു. MS അർജുൻ അധ്യക്ഷനായിരുന്നു. മാള ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അധ്യാപക ദിനം ആഘോഷിച്ചു. മാള സക്കോഡസ് സ്കൂളിലെ 26 അധ്യാപകരെ ആദരിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് സെലിൻ ജെയിംസിന്റെ അധ്യക്ഷതയിൽ കൂടിയ അനുമോദന യോഗം മാള ഹോളി ഗ്രേസ് അക്കാദമിയുടെ ചെയർമാൻ ബന്നി ജോൺ ഐനിക്കൽ ഉദ്ഘാടനം ചെയ്തു. ആദരിക്കുമ്പോൾ എൻ്റെ അപ്പച്ചനും അധ്യാപകനായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ അഭിമാനവും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ അംഗീകാരമൊക്കെ എനിക്ക് ലഭിക്കുന്നത് എൻ്റെ അപ്പൻ മാഷായിരുന്നുകൊണ്ട് അങ്ങനെയുള്ള രീതിയിൽ ടീച്ചേഴ്സിനെ ആദരിക്കുമ്പോൾ അങ്ങനെ നമുക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന അവസരമാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ഈ വേദി എന്ന് പറയുമ്പോൾ എൻ്റെ 3 സിസ്റ്റേഴ്സ് ഇവിടെ പഠിച്ചത് ഒരു സിസ്റ്റർ സംസാരിക്കുകയും 3 പേരും ഇവിടെ ഞാൻ ഈ പ്രോഗ്രാമിൽ അധ്യാപകരെ ആദരിക്കുന്ന പ്രോഗ്രാമിൽ ഏറ്റവും ആത്മാർത്ഥമായിട്ട്
മദർ സുപ്പീരിയർ സിസ്റ്റർ മേരി ആൻ, സീനിയർ സിസ്റ്റർ ജാനറ്റ്, ക്ലബ് സെക്രട്ടറി ജീജ ദേവസി എന്നിവർ പ്രസംഗിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കുന്നംകുളത്തെ പോലീസ് 3-ാം മുറയിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടിക്ക് നീക്കം. നടപടി ഇന്ന് പ്രഖ്യാപിച്ചേക്കും. കാണികൾക്ക് തിരുവോണ വിരുന്നേകി തൃപ്രയാർ ജലോത്സവം. 21 ഇരുട്ടുകുത്തി ചുരുളൻ വള്ളങ്ങൾ ജലോത്സവത്തിൽ പങ്കെടുത്തു. മണ്ണുത്തി കാർഷിക സർവകലാശാലയിലെ സെമസ്റ്റർ ഫീസ് കുത്തനെ ഉയർത്തി. PhD, PG, ഡിഗ്രി വിദ്യാർത്ഥികളുടെ ഫീസുകൾ വൻതോതിൽ വർദ്ധിപ്പിച്ചു. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.